നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കഴക്കൂട്ടം ഉൾപ്പെടുന്ന പ്രദേശം ഗുണ്ടാക്രമണത്തിന്റെ ഭീതിയിലാണ്. ഇതോടൊപ്പം മലപ്പുറം പെരിന്തൽമണ്ണയ്ക്ക് പിന്നാലെ കോഴിക്കോട് കൊടുവള്ളിയിലും വൻ സ്വർണ്ണ കവർച്ചയുണ്ടായി. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ഹോട്ടലിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ഇതുവരെയും പ്രതിയെ പിടികൂടാനും കഴിഞ്ഞിട്ടില്ല. ഈ വാർത്തകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് സ്പോട്ട് ലൈവ്. ആദ്യം പോകുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്തെ ഗുണ്ടാ ആക്രമണ കേസിലേക്കാണ്. കഴക്കൂട്ടത്ത് ഹോട്ടലിലാണ് ഗുണ്ടാ ആക്രമണം ഉണ്ടായത്. ഹോട്ടൽ ജീവനക്കാരൻ വെഞ്ഞാറമൂട് സ്വദേശി തൗഫീഖ് റഹ്മാന് വെട്ടേറ്റു. കഴക്കൂട്ടം ജംഗ്ഷനിലെ കൽപ്പാത്തി ഹോട്ടലിലാണ് ആക്രമണം നടന്നത്. ഹോട്ടലിലെ സാധനങ്ങളും തകർത്തു. വധശ്രമമടക്കമുള്ള കേസുകളിൽ പ്രതിയായ കഴക്കൂട്ടം സ്വദേശി വിജീഷ്, സഹോദരൻ വിനീഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദ് ചേരുന്നു. വിനോദ്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തലസ്ഥാന നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം ഉണ്ടാകുന്നു. ഇത് ഒരു ഹോട്ടലിലെത്തി ഹോട്ടൽ ജീവനക്കാരനെ ആക്രമിക്കുന്നു. എന്താണ് ഈ ആക്രമണത്തിന് കാരണം? ഈ ഹോട്ടൽ ജീവനക്കാരൻ തൗഫീഖിനെ ലക്ഷ്യമിട്ടായിരുന്നു അക്രമികൾ അവിടെ എത്തിയത്. ടോം, വിനീഷ്, വിജീഷ് ഇങ്ങനെ രണ്ട് സഹോദരങ്ങളാണ് ഈ അക്രമ സംഭവത്തിന് പിന്നിൽ. ഇരുവരും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. തുമ്പ, കഴക്കൂട്ടം, അതോടൊപ്പം തന്നെ കഠിനംകുളം സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ ഈ രണ്ട് സഹോദരന്മാർക്കെതിരെയുമുണ്ട്. ഇതിൽ വിനീഷ് നേരത്തെ ഈ ഹോട്ടലിലേക്ക് എത്തി പണം ആവശ്യപ്പെട്ടിരുന്നു. അത് ഒരാഴ്ച മുൻപായിരുന്നു ഈ സംഭവം. മദ്യപിച്ച ശേഷം ഈ ഹോട്ടലിലെത്തി ഗുണ്ടാപിരിവ് ആവശ്യപ്പെടുകയായിരുന്നു. അന്ന് ഈ ഹോട്ടലിലെ ജീവനക്കാർ അതിന് തയ്യാറായില്ല. ഇതിൻ്റെ തുടർച്ചയായാണ് ഇന്നലെ രാത്രി 11:30 വീണ്ടും ഈ ഹോട്ടലിലേക്ക് എത്തുന്നത്. കഴക്കൂട്ടം ജംഗ്ഷനിൽ തന്നെ പ്രവർത്തിക്കുന്ന കൽപ്പാത്തി എന്ന ഹോട്ടലാണ്. ഈ ഹോട്ടലിലെ ജീവനക്കാരനാണ് തൗഫീഖ്. ഇവർ മാരകായുധങ്ങളുമായി ഈ രണ്ട് സഹോദരങ്ങളും ഈ ഹോട്ടലിലേക്ക് എത്തുകയും തൗഫീഖിനെ വെട്ടുകയുമായിരുന്നു. കഴുത്ത് ലക്ഷ്യം വെച്ച് വെട്ടിയെന്നാണ് തൗഫീഖ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ഈ വെട്ട് കൈകൊണ്ട് തടുക്കുകയായിരുന്നു. തുടർന്ന് ഈ കൈയിൽ ഗുരുതരമായ പരിക്കേറ്റു. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 8ഓളം തുന്നിക്കെട്ടലുകളുണ്ട് കയ്യിൽ. കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയതെന്ന കാര്യമാണ് പോലീസ് പറയുന്നത്. ഇവർക്കെതിരെ നേരത്തെയും ഈ കൊലപാതക കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിരവധി കേസുകളുണ്ട്. 15ഓളം കേസുകൾ ഇരുവർക്കുമെതിരെയുണ്ട്. വളരെ മുൻപ് തന്നെ ഇങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന രീതി ഉണ്ടായിരുന്നു രണ്ട് സഹോദരങ്ങൾക്കും. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി എന്നതടക്കമുള്ള പരാതികൾ നേരത്തെ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പലപ്പോഴും അറസ്റ്റിലാവുകയും പോലീസിൻ്റെ നടപടികൾ ഇവർക്കെതിരെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കാപ്പ ചുമത്തി ജയിലിൽ അടയ്ക്കണമെന്ന ആവശ്യം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നു. കാരണം കഴക്കൂട്ടം പോലൊരു സ്ഥലത്ത് അവിടെ ഈ ടെക്നോ പാർക്കും ആ തരത്തിലുള്ള ഇൻഫോസിസ് അടക്കമുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് രാത്രി ലൈഫ് അല്ലെങ്കിൽ നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന രാത്രി ജീവിത ആളുകൾ ഈ സാധനങ്ങൾ വാങ്ങുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും ഒക്കെ ടെക്കികൾ അവരുടെ ജോലി സമയം കഴിഞ്ഞ് പോകുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് തലസ്ഥാനത്ത് തന്നെ ഇങ്ങനെ നൈറ്റ് ലൈഫ് ഒരു പരിധിവരെയെങ്കിലും ഉള്ള സ്ഥലമാണ് കഴക്കൂട്ടം. അവിടെയാണ് തുടരെ ഇങ്ങനെ അക്രമങ്ങൾ ഉണ്ടാകുന്നത്. നേരത്തെ ഒരു മാസം മുൻപ് ബോംബേർ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസിനെ ആക്രമിക്കുന്ന, മേനംകുളത്ത് പോലീസിനെ തന്നെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പരിധി കഠിനംകുളം മുതൽ കഴക്കൂട്ടം വരെയുള്ള ഒരു മേഖല, അവിടെ ധാരാളം ആളുകൾ വാടകയ്ക്ക് താമസിക്കുന്ന ഇടങ്ങളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ ജോലിക്കെത്തി ഇവിടെ താമസിക്കുന്ന ആളുകളുണ്ട്. അവിടെ വനിതകൾക്ക് ഉൾപ്പെടെ അക്രമത്തിനിരയാകുന്ന സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ മാർജിൻ ഫ്രീ ഷോപ്പിലെ ജീവനക്കാർ രാത്രി അവരുടെ ജോലി കഴിഞ്ഞ് കുളത്തൂരിലെ മാർജിൻ ഫ്രീ ഷോപ്പിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അവർക്ക് നേരെ അതിക്രമം ഉണ്ടായത്. 2 പേർ സ്കൂട്ടറിലെത്തി അവരെ ശാരീരികമായി ഉപദ്രവിക്കുകയായിരുന്നു. ആ തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ കഴക്കൂട്ടം സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമായി നമുക്ക് ഇന്നലത്തെ ഈ കുറ്റകൃത്യത്തെ കാണാം. ഹോട്ടലിലേക്ക് എത്തി ജീവനക്കാരനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ടോം, വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ നൈറ്റ് ലൈഫ് വളരെ സജീവമായിട്ടുള്ള ഒരു പ്രദേശമാണ് കഴക്കൂട്ടം. വളരെ നിരവധി ടെക്കികൾ താമസിക്കുന്ന അവിടെ ഒരു സ്ഥലം കൂടിയാണ്. അവരുടെയൊക്കെ സ്വൈര്യ ജീവിതം തകരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഗുണ്ടകൾ പകൽ സമയവും രാത്രിയും ഒക്കെ അഴിഞ്ഞാടുന്ന കാഴ്ച. പോലീസ് എന്തുകൊണ്ടാണ് ഒരു ശക്തമായ നടപടി ഇവർക്കെതിരെ സ്വീകരിക്കാത്തത്? നമുക്കറിയാം, ഇതിനു മുൻപ് തിരുവനന്തപുരത്ത് തുടർച്ചയായി ഗുണ്ടാ ആക്രമണവും ഗുണ്ടാ കുടിപ്പകയെ തുടർന്നുള്ള കൊലപാതകങ്ങളൊക്കെ അരങ്ങേറിയത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. അന്ന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പോലീസ് പല രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചു. നിരവധി, അതായത് 100 കണക്കിന് ഗുണ്ടകളെ ജയിലിലടയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. വീണ്ടും അവർ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു. അതിനപ്പുറം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ ഗുണ്ടകൾക്കെതിരെ ഈ ഗുണ്ടാ പ്രവർത്തനത്തെ അമർച്ച ചെയ്യാൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്?
ടോം, നേരത്തെ തന്നെ മംഗലപുരം സ്റ്റേഷനിൽ ഇങ്ങനെയുള്ള ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള മുഴുവൻ പോലീസുകാരെയും മാറ്റുന്ന ഒരു നിലയെത്തിയിരുന്നു. അത് മംഗലപുരം സ്റ്റേഷനിലാണ് മണ്ണ് മാഫിയയുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആ സ്റ്റേഷനിലുണ്ടായിരുന്ന ഏതാണ്ട് 40ഓളം പോലീസുകാരെ CA അടക്കം SI ഉൾപ്പെടെ ASIമാരടക്കം ആ സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റിക്കൊണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു. അതിന് തൊട്ടടുത്ത സ്ഥലമാണ് കഴക്കൂട്ടം, തുമ്പ, കഴക്കൂട്ടം, കഠിനംകുളം, മംഗലപുരം സ്റ്റേഷനുകളെല്ലാം ഒരു മേഖലയിൽ വരുന്നതാണ്. ഈ ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ള ആളുകൾ താമസിക്കുകയോ അവരുടെ ജീവിതമാർഗ്ഗങ്ങൾ മറ്റ് ആളുകൾ ഇവിടെ ഇങ്ങനെയുള്ള ടെക്കുകളുടെ ഒരു ജീവിത സാഹചര്യം മനസ്സിലാക്കി ഇവിടെ വന്ന് സ്ഥാപനം തുടങ്ങിയ ആളുകളുണ്ട്, മറ്റ് സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളുണ്ട്. അവരെല്ലാം തന്നെ തൊഴിലെടുക്കുന്ന ഇടമാണ്. രാത്രികാലങ്ങളിലൊക്കെ വലിയ തോതിൽ ആൾസഞ്ചാരമുള്ള പ്രദേശമാണ് കഴക്കൂട്ടം. ധാരാളം ഫ്ലാറ്റുകളും വീടുകളും എല്ലാം തന്നെ ഉള്ള ഒരു വലിയ ടൗൺഷിപ്പായി മാറിക്കൊണ്ടിരിക്കുന്ന ഇടമാണ്. തിരുവനന്തപുരത്ത് തന്നെ വളരെ വേഗം വികസനം വരുന്ന ഒരു മേഖലയാണ് കഴക്കൂട്ടം. അവിടെയാണ് ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം ഉണ്ടാകുന്നത്. തുടരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. പലപ്പോഴും ഇത് മണ്ണ് മാഫിയയുമായി ബന്ധപ്പെട്ടും മറ്റ് ലഹരി വസ്തുക്കൾ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള സംഘങ്ങളാണ്. ഇവർക്ക് പോലീസിൻ്റെ വഴിവിട്ട സഹായം ലഭിക്കുന്നു എന്നത് നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മംഗലപുരം സ്റ്റേഷനിലെ 40ഓളം ഉദ്യോഗസ്ഥരെ ഒറ്റയടിക്ക് തന്നെ ഒരു സ്റ്റേഷനിൽ തന്നെ, ഒരുപക്ഷെ കേരളത്തിലെ ഈ പോലീസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ആദ്യമായിരിക്കും ഒരു സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടി ഉണ്ടായത്. അന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നടപടിയായിരുന്നു. ഗുണ്ടാബന്ധത്തിൻ്റെ പേരിലായിരുന്നു അത്തരമൊരു നടപടി സ്വീകരിച്ചത്. ഇന്നലെ 11:30 മണിക്ക് ഈ ആക്രമണം നടന്നിരിക്കുന്നു. വിനീഷ് എന്ന് പറയുന്ന ഗുണ്ട ആ കടയിലെത്തി ഗുണ്ടാപ്പിരിവ് ആവശ്യപ്പെട്ടിരുന്നു ഒരാഴ്ച മുൻപ്. ഈ പണം നൽകാത്തതിൻ്റെ പേരിലാണ് ആക്രമണം ഉണ്ടായത്. ഈ സഹോദരങ്ങൾ ഒരുമിച്ച് ആ ഹോട്ടലിലേക്ക് എത്തുകയും, കൽപ്പാത്തി എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്, ടൗണിൽ തന്നെ പ്രവർത്തിക്കുന്ന ഹോട്ടലാണ്. അവിടുത്തെ ജീവനക്കാരനായ തൗഫീഖിനെയാണ് ആക്രമിച്ചത്. തൗഫീഖിൻ്റെ കഴുത്ത് ലക്ഷ്യം വെച്ച് വെട്ടുകയായിരുന്നു എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. തുടർന്ന് ഈ വെട്ട് കൈകൊണ്ട് തടയുന്നതിനിടയിലാണ് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റത്. തൗഫീഖ് ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ടോം, അങ്ങനെ പതിവായിട്ട് ഈ ഗുണ്ടാപ്പിരിവ് നടക്കുന്ന ഒരു പ്രദേശമാണോ അത്? കാരണം വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ പണം ആവശ്യപ്പെടുന്നു, അങ്ങനെ പണം ആവശ്യപ്പെട്ടിട്ട് കൊടുത്തില്ലെങ്കിൽ അവരെ ആക്രമിക്കുക, അങ്ങനെ ഒരു ഗുണ്ടാ വാഴ്ച തന്നെ ഉണ്ടാകുന്നു. നമ്മുടെ കേരളത്തിലെ ഒരു സാമൂഹ്യ അന്തരീക്ഷം തന്നെ വളരെ മോശമാകുന്ന രീതിയിലേക്ക് വരെയും പോകാം. ഈ വിനീഷിന്റെയും ഈ പ്രതിയുടെ ഈ രണ്ടുപേരുടെയും നേതൃത്വത്തിൽ മാത്രമല്ല മറ്റ് സംഘങ്ങളൊക്കെ ഇതേപോലെ തിരുവനന്തപുരം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഇതുപോലെ ഗുണ്ടാപ്പിരിവ് നടത്തുന്നുണ്ടോ വിനോദ്? ടോം, നേരത്തെ തന്നെ ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിന് ഓപ്പറേഷൻ ആഗ് എന്നൊരു നടപടിയുമായി പോലീസ് രംഗത്ത് വന്നിരുന്നു. അത് കരമനയിൽ ഒരു യുവാവിനെ ഈ ഭാരമുള്ള കല്ല് ശരീരത്തിലിട്ട് കൊലപ്പെടുത്തുന്ന സംഭവമുണ്ടായി. അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. അവർ നേരത്തെ തന്നെ കരമനയിൽ തന്നെ മറ്റൊരു യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ്. അവർ KGF മോഡലിൽ കൊല നടത്തി, അല്ലെങ്കിൽ ആ തരത്തിൽ ആ സിനിമയിൽ കണ്ട് പ്രചോദനപ്പെട്ട് ആ തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് പോയി എന്ന മൊഴിയാണ് ആദ്യത്തെ കേസിൽ അവർ പോലീസിന് നൽകിയത്. പക്ഷേ വീണ്ടും ഇതേ പ്രതികൾ പുറത്തിറങ്ങുകയും മറ്റൊരു യുവാവിനെ കരമനയിൽ കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ CCTV ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. കമ്പി കൊണ്ട് തലയ്ക്കടിക്കുകയും പിന്നീട് വലിയ ഭാരമുള്ള കല്ല് ശരീരത്തിൽ ആവർത്തിച്ചിട്ട് ആ യുവാവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ തന്നെ പോലീസിൻ്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ഉന്നതതല യോഗത്തിൽ DGP തന്നെ വ്യക്തമാക്കിയതാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ പ്രവർത്തനം അത് കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നത്. കാരണം ഇത്തരം ഗുണ്ടകൾ ജാമ്യത്തിൽ ഇറങ്ങുക അല്ലെങ്കിൽ അവരുടെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തു വരുന്ന സാഹചര്യം, ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുന്ന സാഹചര്യം, ഈ സമയത്തൊക്കെ തന്നെ ഇവരെ നിരീക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ വലിയ ഉത്തരവാദിത്തമാണ്. കാരണം ഇവർ പിന്നീട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കുക എന്നത് കുറേയധികം ഉദ്യോഗസ്ഥർ അത് കൃത്യമായി നടത്തുന്നുണ്ട്. അവിടെ അവർ പറയുന്നൊരു ബുദ്ധിമുട്ട് ജില്ലാ ഭരണകൂടമാണ് കാപ്പ ലിസ്റ്റിന് അംഗീകാരം നൽകേണ്ടത്. പലപ്പോഴും കളക്ടർമാർ ഇതിന് തടസ്സം നിൽക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു ഭേദഗതി വന്നിരുന്നു. ജില്ലാ പോലീസ് മേധാവിമാർക്ക് തന്നെ ഈ കാപ്പയുടെ കാര്യത്തിൽ സ്വതന്ത്രമായ നിലപാടെടുക്കാമെന്ന തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിരുന്നു. എങ്കിൽ തന്നെയും ഇത്തരത്തിൽ ഗുണ്ടാ വിളയാട്ടം നടക്കുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ നഗരത്തിൽ ഇത്തരത്തിൽ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടമുണ്ടാകുന്നു. ഓപ്പറേഷൻ ആകട്ടെ ഏറെക്കുറെ നിലച്ച മട്ടിലുമാണ്. വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ല. ഏതാണ്ട് 12,000-ഓളം ഗുണ്ടകളെയാണ് സംസ്ഥാന വ്യാപകമായി അന്ന് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ആ അറസ്റ്റ് നടപടിക്രമമായി ഒതുങ്ങുകയും അവരെ ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു. തുടർന്നുള്ള നടപടികൾ കാര്യക്ഷമമായി ഉണ്ടായില്ല എന്നതാണ് വസ്തുത. ടോം, വ്യക്തമാണ്. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ ആകുന്ന പേരിൽ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ പദ്ധതികൾ നടപ്പാക്കി ആയിരക്കണക്കിന് ഗുണ്ടകളെ ജയിലിലടച്ചിട്ടും
അത് ഫലം കണ്ടില്ല, അത് ഫലപ്രദമായിട്ടുള്ള നടപടിയല്ല പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് വിനോദ് സൂചിപ്പിക്കുന്നത്. ഇതുപോലെ ഗുണ്ടകൾ അഴിഞ്ഞാടുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ ഭയം തോന്നുന്ന ഒരു സാഹചര്യമുണ്ടാകും. പോലീസ് ഇവർക്കെതിരെ കടുത്ത നടപടിയാണ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. കോഴിക്കോട് കൊടുവള്ളിയിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 2 കിലോ സ്വർണം കവർന്നു. കടയടച്ച് വീട്ടിൽ പോവുകയായിരുന്ന മൂത്തമ്പല സ്വദേശി ബൈജുവിനെ ആക്രമിച്ചാണ് കാറിലെത്തിയ 5-അംഗ സംഘം സ്വർണം തട്ടിയെടുത്തത്. പെരിന്തൽമണ്ണയിൽ വ്യാപാരികൾ ആക്രമിച്ച് സ്വർണം തട്ടിയെടുത്തത് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് സമാന സംഭവം കൊടുവള്ളിയിലും ഉണ്ടാകുന്നത്. ഒരു വെള്ള വണ്ടി വന്ന് തട്ടിച്ചാണ് കയ്യിലുള്ള ബാഗ് എത്ര മണിക്കാണ് സംഭവം? ഒരു 10 മണി. എത്ര പേരുണ്ടായിരുന്നു പേരെന്ന് വെച്ചാല് 3-4 ആൾക്കാരുണ്ടാവും. വെള്ള കാറ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അത് പിന്നെ അതിന്റെ രീതിയിൽ നടക്കുന്നത്. അതുകൊണ്ട് അന്വേഷണത്തിൽ പോലീസ് ബാക്കി കാര്യങ്ങൾ പറയും. വിശദാംശങ്ങളുമായി സുവി വിശ്വനാഥ് ചേരുന്നു. സുവി, കഴിഞ്ഞ ആഴ്ചയാണ് മലപ്പുറം പെരിന്തൽമണ്ണയിലെ വ്യാപാരിയെ, സ്വർണ്ണ വ്യാപാരിയിൽ നിന്നും 3 കിലോയോളം സ്വർണം തട്ടിയെടുത്തത്. ആ കേസിൽ നിരവധി പേരെ, അതായത് 10-ലധികം കവർച്ചാ സംഘത്തെ പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പിടികൂടിയിരുന്നു. പക്ഷേ ഈ കേസിൽ, ഈ കൊടുവള്ളിയിൽ സ്വർണം കവർന്ന കേസിൽ പ്രതികളെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ച് സ്വർണം പൊട്ടിക്കൽ സംഘമൊക്കെ വളരെ സജീവമായിട്ടുള്ള ഒരു മേഖലയാണ്. അങ്ങനെ സ്വർണം പൊട്ടിക്കൽ സംഘമായിരിക്കുമോ ഇതിന് പിന്നിൽ? പോലീസിന് പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ സുവി? നിലവിൽ പോലീസിന് പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടില്ല. പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച നടന്ന് അതിന് സമാനമായ ഒരു സംഭവം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നടക്കുന്നത് ഞെട്ടിക്കുന്നതാണ്. ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. സ്വർണ്ണ വ്യാപാരിയെ തന്നെയാണ് അക്രമികൾ ലക്ഷ്യമിട്ടിരുന്നത്. സ്കൂട്ടറിൽ പോവുകയായിരുന്ന ഈ സ്വർണ്ണ വ്യാപാരിയുടെ പുറകെ കാറിന് പോയി ആണ് ഈ 5-അംഗ സംഘം ഇടിച്ചു വീഴ്ത്തിയത്. അതിനുശേഷം കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഏറെ ദൂരം ഈ സ്വർണ്ണ വ്യാപാരിയെ ഫോളോ ചെയ്ത് ഈ അക്രമി സംഘം പോയിരുന്നു എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. 2 കിലോയോളം സ്വർണമാണ് ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ 3.5 കിലോ സ്വർണമായിരുന്നു. അന്ന് 10 പേരോളം അടങ്ങുന്ന സംഘമാണ് ഈ സ്വർണം വ്യാപാരിയെ, ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇത്തവണ 5 പേരാണ് അതിൽ ഉള്ളത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. കൊടുവള്ളി മുത്തമ്പലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് കൊടുവള്ളിയിൽ ഇത്തരത്തിലുള്ള നിരവധി സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങൾ അരങ്ങേറാറുണ്ട്. അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സ്വർണ്ണ വ്യാപാരിയുടെ നേരെയുള്ള അക്രമവും ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ എടുത്തു പറയണം. ഏതായാലും സംഘമെത്തിയ കാറിന്റെ നമ്പർ, ഒരു കാറിലാണ് ഈ സംഘം പിന്തുടർന്നിരുന്നത്. പെരിന്തൽമണ്ണയിലും സമാനമായിരുന്നു. ഒരു കാറിൽ തന്നെയായിരുന്നു സ്വർണ്ണ വ്യാപാരിയെ പിന്തുടർന്നിരുന്നത്. ഈ കാറിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 5-അംഗ സംഘത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. നമുക്കറിയാം, ഈ പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ കവർച്ചാ കേസ് പരിശോധിച്ചാൽ അവിടെ ഒരു 2 വർഷം നീണ്ട ആസൂത്രണം ആ കവർച്ചയ്ക്ക് പിന്നിലുണ്ടായിരുന്നു. ആ കേസിലെ, ഈ പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ കവർച്ചാ കേസിലെ പ്രതികളിൽ നിരവധി പേർ, അതായത് 5ഓളം പേർ ഇപ്പോഴും പുറത്തുണ്ട്. അവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആ ഒരു കവർച്ചാ കേസ് പരിശോധിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലുള്ള, അതായത് കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഒരിക്കൽ പോലും നേരിട്ട് കാണാത്തവർ ഫോണിലൂടെ ആസൂത്രണം ചെയ്ത് ജയിലിൽ വെച്ച് പരിചയപ്പെട്ട് അങ്ങനെ ഒരു വലിയ സംഘമായി തിരിഞ്ഞ് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു കവർച്ചയായിരുന്നു പെരിന്തൽമണ്ണയിലേത്. അങ്ങനെ തന്നെ സംശയിക്കണോ? അത്തരം ഒരു കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കവർച്ചയെന്ന് തന്നെ സംശയിക്കേണ്ടതല്ലേ ഈ കൊടുവള്ളിയിലെ കവർച്ചയും? സ്വാഭാവികമായും പോലീസ് ആ രീതിയിൽ തന്നെയുള്ള സംശയമാണ് പോലീസിനുമുള്ളത്. ഒപ്പം തന്നെ ഇതിന് കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. കാരണം ദിവസങ്ങളോളം വ്യാപാരിയെ നിരീക്ഷിച്ചിട്ടുണ്ടാകണം, വ്യാപാരി പോകുന്ന കാര്യങ്ങൾ അറിയണം, വ്യാപാരിയുടെ കൈവശം പണം ഉണ്ട് അല്ലെങ്കിൽ സ്വർണമുണ്ട് എന്ന കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളുകൾ ഇതിനു പിന്നിൽ ഉണ്ടായിരിക്കണം എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ചും ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ നടക്കുന്ന 2ാമത്തെ സ്വർണ്ണ കവർച്ചയാണിത്.
സമാനമായ രീതിയിലുള്ളതാണ്. സമാനമായ രീതിയിൽ തന്നെയുള്ള ആക്രമണ രീതിയാണ് അക്രമകാരികൾ, മോഷ്ടാക്കൾ പിന്തുടർന്നിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് പോലീസ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതായത് പെരിന്തൽമണ്ണ സംഘവുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നും അന്വേഷിച്ചു വരുന്നുണ്ട്. 5 അംഗ സംഘമാണ് എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസിന് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. 2 കിലോ സ്വർണ്ണമാണ് കവർന്നിരിക്കുന്നത്. 5 അംഗ സംഘമാണ് എന്നതാണ് ലഭിച്ചിരിക്കുന്ന വിവരം. അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ടോം, ഇത് ഒരു പ്രാദേശിക, അതായത് കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ളവരായിരിക്കുമോ ഇതിന് പിന്നിൽ? അതല്ലെങ്കിൽ ഒരു പ്രാദേശിക സഹായം ഈ കവർച്ചാ സംഘത്തിന് ലഭിച്ചിരിക്കുമോ? പോലീസിന് നിലവിൽ ഈ കവർച്ചയ്ക്ക് ഇരയായ സ്വർണ്ണ വ്യാപാരി പ്രതികളെ തിരിച്ചറിയാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇതിനു മുൻപ് ഇത്തരമൊരു നിരീക്ഷണം, ഈ സ്വർണ്ണ കടയും ഇദ്ദേഹത്തിന്റെ വീടും ഒക്കെ കേന്ദ്രീകരിച്ചൊരു നിരീക്ഷണം ഉണ്ടായതായി ഏതെങ്കിലും ഇതിലുള്ള മൊഴി പോലീസിന് നൽകിയിട്ടുണ്ടോ? അത്തരത്തിലുള്ള മൊഴിയൊന്നും നൽകിയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ അക്രമികളെ കണ്ടാൽ തിരിച്ചറിയാം എന്ന് സ്വർണ്ണ വ്യാപാരി പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു പ്രാദേശിക സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനകളും സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രാദേശിക സഹായം ലഭിക്കാതെ ഇത്തരത്തിൽ ഒരു വലിയ കവർച്ച നടത്താൻ കഴിയുകയില്ല എന്നാണ് സ്വർണ്ണ വ്യാപാരി പറയുന്നത്. കാരണം താൻ പോകുന്ന സമയം, താൻ പോകുമ്പോൾ ബാഗിൽ കൈവശം വെച്ചിരിക്കുന്ന സ്വർണത്തിന്റെ അളവ്, ഇതെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആരെങ്കിലും വഴിയായിരിക്കണം ഈ സ്വർണ്ണ കവർച്ച ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കൃത്യമായ ഒരു ആസൂത്രണം ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നു. പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ചാ കേസിൽ 2 വർഷമാണ് ആസൂത്രണം നടന്നതെങ്കിൽ അത്തരത്തിൽ ഒരു ദീർഘകാലയളവ് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലേക്കൊന്നും എത്താൻ സാധിച്ചിട്ടില്ല. ഒരാളെ പോലും ഇതുവരെയും മണിക്കൂറുകൾക്ക് ശേഷവും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പോലീസ് പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുക തന്നെയാണ്. ടോം, വ്യക്തമാണ്. സുബി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ആഴ്ചയാണ് മലപ്പുറം പെരിന്തൽമണ്ണയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച്, അതായത് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 3 കിലോയോളം സ്വർണം കവർന്നത്. ആ കേസിൽ നിരവധി പ്രതികൾ, 10ലധികം പ്രതികൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് ഇപ്പോഴും. പക്ഷേ കേസിലെ കൂട്ടാളികളെ വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് കോഴിക്കോട് കൊടുവള്ളിയിലും സമാനമായ രീതിയിലും ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് 2 കിലോയോളം സ്വർണം തട്ടിയെടുത്തത്. ആസൂത്രിതമായ കവർച്ചയായിരുന്നു കൊടുവള്ളിയിലേതും എന്നാണ് പോലീസ് നൽകുന്ന വിവരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. ഡൽഹി രോഹിണിയിലെ പ്രശാന്ത് വിഹാറിൽ സ്ഫോടനം. PVR തിയേറ്ററിന് സമീപമാണ് സ്ഫോടനം ഉണ്ടായത്. പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ പ്രശാന്ത് വിഹാറിലെ ഒരു സ്കൂളിന് സമീപത്തും സ്ഫോടനം നടന്നിരുന്നു. എന്നാൽ ഈ സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ER രാകേഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. രാകേഷ്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പ്രശാന്ത് നഗറിൽ ഒരു സ്ഫോടനം ഉണ്ടായെന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് ഒരു ആസൂത്രിതമായിട്ടുള്ള സ്ഫോടനമായി കരുതണോ? വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ടോം, ഇന്നൊരു 11:45 കൂടിയാണ് പ്രശാന്ത് വിഹാറിൽ സ്ഫോടനം ഉണ്ടായത്. അതായത് PVR തിയേറ്ററിന് സമീപം തന്നെ ഒരു ബൻസിവാല എന്ന് പറയുന്ന ഒരു ബേക്കറിക്ക് സമീപമാണ് ഈ സ്ഫോടനം നടന്നത്. ഒരു വലിയ ശബ്ദം കേട്ടു എന്നാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഒരാൾക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഈ പ്രദേശം ഇപ്പോൾ സീൽ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഡൽഹി പോലീസ്, ക്രൈംബ്രാഞ്ച്, സ്പെഷ്യൽ സെൽ തുടങ്ങിയവരൊക്കെ തന്നെ ഈ സ്ഥലത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. NIA സംഘവും അല്പസമയത്തിനകം ഈ പ്രദേശത്തേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇവിടെ നിന്ന് ഒരു വെള്ള നിറത്തിലുള്ള ഒരു പൊടി പോലുള്ള വസ്തു കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് എന്ത് എന്ന് പരിശോധിച്ച് വരികയാണ്. ഏതായാലും ഒരാൾക്കാണ് പരിക്കേറ്റുള്ളത് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഡൽഹിക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സംഭവമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതേ സ്ഥലത്ത് തന്നെയാണ് ഒക്ടോബർ 20-ന് സ്ഫോടനം, ഇതിന് സമീപത്ത് തന്നെയാണ് സ്ഫോടനം നടന്നത്. അന്ന് ഒരു സ്കൂളിന് സമീപത്തായിരുന്നു സ്ഫോടനം നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ തിരക്കേറിയ ഒരു തിയേറ്ററിന് സമീപമാണ് ഈ സ്ഫോടനം നടക്കുന്നത്. പക്ഷേ ഒക്ടോബർ 20-നുണ്ടായ സ്ഫോടനം ആദ്യം ക്രൂഡ് ബോംബ് ആണ് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീടുണ്ടായ അന്വേഷണത്തിൽ ഈ വേസ്റ്റ് കൂമ്പാരത്തിന് തീ പിടിച്ച് അതിൽ നിന്നൊരു പൊട്ടിത്തെറി ഉണ്ടായതാണെന്ന നിഗമനത്തിലേക്കാണ് പിന്നീട് പരിശോധനകളൊക്കെ തന്നെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആസൂത്രിതമാണോ എന്ന കാര്യത്തിലേക്ക് അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് NIA ബോംബ് സ്ക്വാഡ് ഒക്കെ തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളപ്പൊടി അത് എന്താണെന്ന പരിശോധനയാണ്
തന്നെയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ഏതായാലും പരിശോധന തുടരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ടോം, ഇത് വലിയ രീതിയിൽ രാജ്യതലസ്ഥാനത്ത് വലിയ ആശങ്ക പടർത്തിയിട്ടുണ്ടോ? കാരണം രാകേഷ് സൂചിപ്പിച്ചതുപോലെ ഈ സമീപകാലത്ത് ഇതുപോലുള്ള സ്ഫോടനങ്ങൾ, ചെറു സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഏറെ ജാഗ്രത പുലർത്തേണ്ട വിഷയമല്ലേ? ഏതെങ്കിലും ഒരു തീവ്രവാദ പശ്ചാത്തലമുള്ള സംഘടനകളെയോ മറ്റോ സംശയമുണ്ടോ? തീർച്ചയായും ടോമു, വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രദേശം പൂർണ്ണമായി സീൽ ചെയ്തുകൊണ്ട് ഒരു പരിശോധന അന്വേഷണ സംഘത്തിന്റെ, പ്രത്യേകിച്ച് പോലീസിന്റെയും സ്പെഷ്യൽ സെല്ലിന്റെയും ഒക്കെ തന്നെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. കാരണം പല പ്രദേശങ്ങളും, ഈ പ്രദേശം പൊതുവെ തിരക്കേറിയ സ്ഥലമാണ്. മാത്രമല്ല PVR തിയേറ്റർ എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥലമാണ്. കൂടാതെ ഒരു പ്രധാനപ്പെട്ട ബേക്കറി ഈ പരിസരത്തുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആസൂത്രിതമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ പരിശോധിച്ച് വരുന്നു എന്നാണ് ഡൽഹി പോലീസ് വരുന്നത്. പക്ഷേ ഇതിന് കൂടുതൽ സംശയങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇട നൽകുന്നത് ഈ വെള്ളപ്പൊടി അവിടെ കണ്ടെത്തിയതാണ്. അപ്പോൾ അത് എന്ത് എന്ന പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. ഒരുപക്ഷെ NIA സംഘവും അല്പസമയത്തിനകം തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരും. NIAയും ഈ സംബന്ധിച്ച പരിശോധന നടത്തും. ഏതായാലും ഫോറൻസിക് പരിശോധന അടക്കം നടത്തിയ ശേഷമാണ് ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ആസൂത്രിതമായ നീക്കമാണോ തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു നിഗമനത്തിലേക്ക് എത്തുക. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് ജനവാസ മേഖലകളിൽ ഇത്രയും അടിക്കടി ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾ പ്രത്യേകിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ സുരക്ഷാ മുന്നറിയിപ്പ് ഇപ്പോൾ ഡൽഹിയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ടോം, ഈ സ്ഫോടക വസ്തു എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രാഥമികമായ പരിശോധനയിൽ രാകേഷ് സൂചിപ്പിച്ചതുപോലെ പോലീസുണ്ട്, NIA സംഘമുണ്ട്. ഈ പ്രാഥമികമായ പരിശോധനയിൽ ആ സ്ഫോടക വസ്തു എന്തായിരുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോം, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കാരണം ഈ സ്ഫോടക വസ്തു എന്താണെന്ന് പരിശോധിച്ച് വരുന്നു എന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ സെൽ വ്യക്തമാക്കുന്നത്. പക്ഷേ അവർ പറയുന്ന, ഇപ്പോൾ നൽകുന്ന വിവരം ഇത് മാത്രമാണ്. അതായത് വെള്ള നിറത്തിലുള്ള ഒരു പൊടിയാണ് എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇതെന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കൂടുതൽ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. അത്തരം പരിശോധനകൾ നടന്നു വരുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ഒരാൾക്ക് പരിക്കുണ്ട്. അയാളുടെ പരിക്ക് ഗുരുതരമല്ല എന്ന് കൂടി പറയുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. കാരണം ഒരു തിയേറ്റർ ആ പരിസരത്തുണ്ട്, ഒപ്പം ബേക്കറി ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടെ CCTV ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചതടക്കമുള്ള കാര്യങ്ങളുടെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചു വരികയാണ്. അതിന്റെ അടിസ്ഥാനത്തിലും ഒപ്പം ഈ വെള്ള വസ്തു എന്ത് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന, ഫോറൻസിക് പരിശോധന അടക്കം നടത്തിയ ശേഷമായിരിക്കും ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ആസൂത്രിത സ്വഭാവമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്തുക. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ ജാഗ്രത ഡൽഹിയിലുണ്ട്. കാരണം രാജ്യതലസ്ഥാനമാണ്, പ്രധാനപ്പെട്ട പ്രദേശമാണ്, കൂടുതൽ ആളുകൾ പുറത്തിറങ്ങുന്ന മേഖലയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് ആസൂത്രിതമല്ലെങ്കിൽ പോലും ഈ പൊട്ടിത്തെറി ആളുകൾക്ക് വളരെ ഭീതി ഉണ്ടാക്കുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ പ്രദേശമാകെ തന്നെ സീൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരിശോധന അവിടെ തുടരുകയും ചെയ്യുകയാണ്. രാകേഷ്, അതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം ഒരേ സ്ഥലത്ത് തന്നെ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇതുപോലെ ചെറു സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. ഇത് ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുടെയോ മറ്റോ ഒരു മുന്നറിയിപ്പായി കാണണോ? കാരണം വലിയ സ്ഫോടനമല്ല, വലിയ ആൾനാശമില്ല, വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഇതൊരു ആശങ്കപ്പെടുത്തുന്നുണ്ട്, ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. നേരത്തെ രാകേഷ് സൂചിപ്പിച്ചതുപോലെ വലിയ ജനങ്ങൾ വലിയ രീതിയിൽ എത്തുന്ന ഒരു പ്രദേശം. ഈ ഒരു സ്ഥലത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? അങ്ങനെ ആർക്കെങ്കിലും അതിക്രമിച്ച് കയറാവുന്ന രീതിയിലുള്ള കാര്യമായ പോലീസിന്റെ സുരക്ഷയോ നിരീക്ഷണം ഒന്നും കാര്യമായി ഇല്ലാത്തൊരു പ്രദേശമാണോ അത്? ജനവാസ മേഖലയാണ്, തിരക്കേറിയ പ്രദേശം തന്നെയാണ് ടോം. കാരണം PVR തിയേറ്റർ എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അവർക്ക് ഇത്തരം തിയേറ്ററുകളുണ്ട്, പല മാളുകളിലും തിയേറ്ററുകളുണ്ട്. അങ്ങനെ ഒരു തിരക്കേറിയ പ്രദേശം തന്നെയാണ് ഈ പ്രശാന്ത് വിഹാർ. മാത്രവുമല്ല ബേക്കറി സ്വാഭാവികമായും താരതമ്യേന വലിയ ബേക്കറിയാണ്, അവിടെ നിരന്തരം ആളുകൾ എത്തുന്നുണ്ട്. അപ്പോൾ ആ പ്രദേശത്ത് എങ്ങനെ ഒരു സ്ഫോടനം നടന്നു എന്നുള്ളതാണ്, ഈ പൊട്ടിത്തെറി ഉണ്ടായി എന്ന പരിശോധനയാണ് ഇപ്പോൾ പോലീസ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. പക്ഷേ സമീപകാലത്തൊന്നും ഡൽഹിയിൽ ഇത്തരത്തിൽ സ്ഫോടനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒക്ടോബർ 20 ഈ പ്രദേശത്ത് ഉണ്ടായി എന്ന സംഭവമുണ്ട്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സമീപകാലത്തൊന്നും ഡൽഹിയിൽ ഇത്തരം പൊട്ടിത്തെറികളോ അല്ലെങ്കിൽ സ്ഫോടനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മുൻപ് ഏതാണ്ട് 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് വലിയ സ്ഫോടന പരമ്പര തന്നെ ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ അത്തരം ഒരു സാഹചര്യം തന്നെ ഡൽഹിയിൽ സമീപകാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനെ ആശങ്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട
കാര്യം കഴിഞ്ഞ മാസം ഇതേ സ്ഥലത്ത് തന്നെ ഇത്തരം ഒരു പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ്. പക്ഷേ അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം അത് ആസൂത്രിതമല്ല, അത് ഈ വേസ്റ്റ് കൂന പൊട്ടിത്തെറിച്ചാണ്, അതിന് തീ പിടിച്ച് പൊട്ടിത്തെറിച്ചാണെന്ന നിഗമനത്തിലേക്കാണ് പിന്നീട് എത്തിയത്. അതുപോലെ തന്നെയാണോ ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത്, അതോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആസൂത്രിത നീക്കം ഇതിനകത്ത് നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇനി അന്വേഷണത്തിൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അത് സംബന്ധിച്ച പരിശോധനകളാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. പക്ഷേ ഈ അന്വേഷണത്തിൽ ഒരു നിർണായകമാവുക ഈ പൊടി എന്തെന്ന് കണ്ടെത്തുകയായിരിക്കും. അത് സംബന്ധിച്ച പരിശോധന നടന്നു വരുന്നു എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. വ്യക്തമാണ്. ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി പ്രശാന്ത് വിഹാറിലാണ് രാജ്യതലസ്ഥാനത്ത് നടക്കിയ സ്ഫോടനമുണ്ടായത്. കാര്യമായ നാശനഷ്ടമോ ആളുകളെ സംബന്ധിച്ച് അപകടം സംഭവിക്കുന്ന രീതിയിലുള്ള വലിയ ഒരു ദുരന്തമൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ജാഗ്രതയോടെ ഈ വിഷയത്തെ കാണണം. പോലീസ് അതീവ ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയിട്ടുമുണ്ട്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഫ്ളാറ്റിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് വേണ്ടി അയൽ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ആ വാർത്ത വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. വൈസ് ചാൻസലർമാരെ നിയമിച്ചത് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഹൈക്കോടതി വിധിക്കായി 1 മാസം വരെ കാത്തിരുന്നു ശേഷമാണ് നിയമനം നടത്തിയത്. VC നിയമനത്തിൽ തനിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നാണ് വിധി. സംശയമുള്ളവർക്ക് വായിച്ചു നോക്കാമെന്നും ഗവർണർ. പ്രതിഷേധത്തിനിടെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ കെ ശിവപ്രസാദ് ചുമതലയേറ്റു. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ചുമതലയേറ്റത്. പ്രതിഷേധത്തിന്റെ കാരണം അറിയില്ലെന്ന് VC. ചർച്ചയ്ക്ക് തയ്യാറെന്നും ഡോക്ടർ കെ ശിവപ്രസാദ്. സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധം. പുതിയ VC ഡോക്ടർ കെ ശിവപ്രസാദിനെ SFIയും ജീവനക്കാരുടെ സംഘടനകളും ചേർന്ന് ഉപരോധിച്ചു. ആലപ്പുഴയിൽ നവജാത ശിശുവിന് ഗുരുതര വൈകല്യം ഉണ്ടായ സംഭവത്തിൽ 4 ഡോക്ടർമാർക്കെതിരെ കേസ്. ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷേർലി, പുഷ്പ എന്നിവർക്കും സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കുമെതിരെയാണ് കേസ്. കുഞ്ഞിന്റെ ചെവിയും കണ്ണുമുള്ളത് യഥാസ്ഥാനത്തല്ല. വായ തുറക്കുന്നില്ല, കാലിനും കൈക്കും വളവുണ്ട്. എന്നാൽ സ്കാനിങ്ങിൽ കുഴപ്പമില്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചതെന്ന് കുട്ടിയുടെ മാതാപിതാക്കളായ അനീഷും സുറുമയും. ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ വൈകല്യം കണ്ടെത്താത്ത സംഭവം ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. സംഭവം ശ്രദ്ധയിൽപ്പെട്ട് ഉടൻ തന്നെ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സ്കാനിംഗ് സെന്ററിനെ പറ്റിയും അന്വേഷണം നടത്തും. വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വീണ ജോർജ്. മുനമ്പം വിഷയത്തിൽ കക്ഷികളായ എല്ലാവരെയും കേൾക്കുമെന്ന് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. 3 മാസം കൊണ്ട് പ്രവർത്തനം തീർക്കാൻ കഴിയുമോ എന്നതിൽ സംശയമുണ്ട്. എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ വേഗത്തിൽ തീർക്കാൻ കഴിയും. ആവശ്യമെങ്കിൽ കൂടുതൽ സമയം ചോദിക്കുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പ്രദേശവാസികൾ നടത്തുന്ന നിരാഹാര സമരം 47ാം ദിവസം. സമരത്തിന് ഐക്യദാർഢ്യവുമായി കൂടുതൽ സംഘടനകളും വ്യക്തികളും സമരപന്തലിലേക്ക്. ജുഡീഷ്യൽ കമ്മീഷൻ കോഴിക്കോട് എരഞ്ഞിപ്പാലം ഫസീല കൊലക്കേസാണ് സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത്. ഫസീല കൊലപാതകത്തിൽ പ്രതിക്കായി അയൽ സംസ്ഥാനങ്ങളിലേക്കും തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പ്രതി സനൂഫ് സംസ്ഥാനം വിട്ടതായ സൂചനയെ തുടർന്നാണ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. പ്രതി ലോഡ്ജിൽ നൽകിയ വിലാസവും ഫോൺ നമ്പറും വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. വിശദാംശങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുന്നു. ഷംന, ഈ കൊലപാതകം നടന്ന് 48 മണിക്കൂറോളം പിന്നിടുകയാണ്. പക്ഷേ പ്രതിയെ കണ്ടെത്താൻ, പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. കാരണം ഈ പ്രതി അവിടെ നിന്നും സംസ്ഥാനം വിട്ട ശേഷമായിരിക്കുമോ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്? എവിടേക്ക് കടന്നിരിക്കാം എന്ന എന്തെങ്കിലും സൂചനകളുണ്ടോ? തമിഴ്നാട്, കർണാടക ഈ സംസ്ഥാനങ്ങളിലേക്കായിരിക്കും, അതോ ഇയാളുടെ
സ്വന്തം സ്ഥലം തൃശ്ശൂരാണ്. ഇത് കേന്ദ്രീകരിച്ച് ഈ തൃശ്ശൂർ മേഖല കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നോ? ടോം, ഇപ്പോഴും 2 ദിവസം പിന്നിടുമ്പോഴും പ്രതിക്കായി പോലീസ് ഇരുട്ടിൽ തപ്പുന്നു എന്ന് വേണം പറയാൻ. കാരണം ഞായറാഴ്ച രാത്രിയാണ് ഈ ഫസീലയും ഈ പ്രതിയും ചേർന്ന് റൂം എടുക്കുന്നത്. അതിനുശേഷം തിങ്കളാഴ്ച രാത്രി തന്നെ ഈ പ്രതി സ്ഥലം വിട്ടിരുന്നു. എന്നാൽ ഈ മരണവിവരം അറിയുന്നത് ചൊവ്വാഴ്ചയാണ്. ഈ ഹോട്ടൽ ഉടമ വാടക നൽകുന്നതുമായി ബന്ധപ്പെട്ട് വാടക നൽകാത്തത് കണ്ടതിനെ തുടർന്ന് ഇവരുടെ റൂമിൽ ചെന്ന് പരിശോധിച്ചപ്പോഴാണ് മുറി പുറത്തു നിന്നും പൂട്ടിയ സ്ഥിതിയിലായിരുന്നു. പിന്നീടാണ് യുവതിയെ മുറിക്കുള്ളിൽ കട്ടിലിൽ കിടക്കുന്ന അവസ്ഥയിൽ കണ്ടെത്തിയത്. ഇതോടെയാണ് മരണപ്പെട്ട് കിടക്കുകയാണെന്ന് അറിയുന്നത്. അത് ചൊവ്വാഴ്ച അറിഞ്ഞത്. അപ്പോൾ തിങ്കളാഴ്ച പ്രതി രക്ഷപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ച തന്നെ ആയിരിക്കണം ഈ ഫസീലയുടെ മരണം സംഭവിച്ചിട്ടുള്ളത്. ശ്വാസം മുട്ടിയാണ് കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ പക്ഷേ ഈ പ്രതി, തൃശ്ശൂർ സ്വദേശിയായ ഈ പ്രതി കടന്നു കളഞ്ഞ വാഹനം അത് പാലക്കാട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. അങ്ങനെയെങ്കിൽ ഈ പ്രതി എങ്ങോട്ടാണ് രക്ഷപ്പെട്ടത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും ഇതുവരെയും പോലീസിന് ലഭ്യമായിട്ടില്ല. ഇപ്പോൾ പാലക്കാടിന് ശേഷം കാർ അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം മറ്റു മാർഗേന ഈ പ്രതി തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ കടന്നു കളഞ്ഞതായുള്ള ആ ഒരു സൂചന തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു സാധ്യത തന്നെയാണ് പോലീസ് പരിശോധിക്കുന്നതും. അത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പോലീസിന് ഈ പ്രതിയെക്കുറിച്ച് കൂടുതൽ ഈ രണ്ടുപേരും, ഈ ഫസീലയും സനൂഫും ദീർഘനാളായി സൗഹൃദത്തിലായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അവർ ഈ എരഞ്ഞിപ്പാലത്ത് വന്ന് ഹോട്ടലിൽ മുറിയെടുത്തത്. പക്ഷെ അതിനിടയ്ക്ക് ഉണ്ടായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രണ്ടുപേരും തമ്മിലുള്ള പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊലപാതകമായിരിക്കുമോ, അതോ മുൻകൂട്ടി തയ്യാറാക്കി ആസൂത്രിതമായി നടത്തിയ കൊലപാതകം? പോലീസ് ഇതിലേത് സാധ്യതയാണ് പരിശോധിക്കുന്നത്? ടോം, മുൻകൂട്ടി ആസൂത്രിതം ചെയ്തതാണോ എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പോലീസ് നൽകിയിട്ടില്ല. എങ്കിലും ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ അടുപ്പമുണ്ടായിരുന്നു. മുൻപ് ഈ സനൂഫിന്റെ പേരിൽ യുവതി ഒറ്റപ്പാലം സ്റ്റേഷനിൽ പീഡനത്തിന് പരാതി നൽകിയിരുന്നു. പിന്നീടാണ് ഇവർ തമ്മിൽ വീണ്ടും സൗഹൃദത്തിലാകുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം സൗഹൃദത്തിലാവുകയും പിന്നീട് ആ ഒരു ബന്ധം ഒരുപക്ഷെ ഒരു പ്രണയബന്ധമായിരുന്നെങ്കിൽ അതിലുണ്ടായ പകയോ മറ്റോ എന്തെങ്കിലും ആയിരിക്കാം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തി നിൽക്കുന്നത്. എങ്കിലും ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളൊന്നും പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. കേട്ടോ, ഷംന, 2 തവണ ഇതിനു മുൻപ് ഈ ഫസീല വിവാഹം കഴിച്ചിട്ടുള്ളതാണ്. 2 വിവാഹമോചനത്തിന് ശേഷമാണ് ഈ സനൂഫുമായി ബന്ധത്തിലാകുന്നത്. അതിനിടെ നേരത്തെ ഷംന സൂചിപ്പിച്ചതുപോലെ ഈ സനൂഫിനെതിരെ ഒരു ലൈംഗിക പീഡന പരാതി ഫസീല നൽകിയിരുന്നു. അതിനുശേഷം വീണ്ടും ഇരുവരും തമ്മിൽ അടുക്കുന്നു. അതേ തുടർന്നുള്ള ആ പീഡനക്കേസ് നൽകിയതുമായി ബന്ധപ്പെട്ടതെങ്കിലും മുൻവൈരാഗ്യം അതായിരിക്കുമോ കൊലപാതകത്തിലേക്ക് നയിച്ചത്? അതോ ഈ ഷംന സൂചിപ്പിച്ചതുപോലെ ഒരു പ്രണയപ്രതികാരം, സനൂഫ് ഈ ഫസീല ബന്ധത്തിൽ നിന്നും പിന്തിരിയാൻ ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രണയപ്രതികാരത്തെ തുടർന്നുള്ള കൊലപാതകമായിരിക്കുമോ ഇത്? ടോം, അതിൽ എന്തായാലും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഈ പ്രതിക്കെതിരെ ഫസീല നൽകിയ പരാതി അത് ഒത്തുതീർപ്പായിട്ടായിരിക്കണം ഒരുപക്ഷെ പിന്നീട് അവർ ബന്ധത്തിലായിട്ടുള്ളത്. കാരണം ഒറ്റപ്പാലം സ്റ്റേഷനിൽ പരാതി നൽകി അതിനുശേഷമാണ് പിന്നീട് ഇരുവരും തമ്മിൽ ബന്ധത്തിലാകുന്നതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിനുശേഷം ഇരുവരും തമ്മിൽ പ്രണയത്തിലായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടാകാം. അതിൽ നടന്ന വല്ല പ്രശ്നങ്ങളുമായിരിക്കാം ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന നിഗമനം. ഈ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കുന്നതും. കാരണം ഈ 2 വിവാഹമോചനം കഴിഞ്ഞ ആളാണ് ഫസീല. ഈ വിവാഹമോചനത്തിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രതിയുമായി ഫസീല അടുപ്പത്തിലാകുന്നത്. അങ്ങനെയാണ് പിന്നീട് ഒറ്റപ്പാലം സ്റ്റേഷനിൽ പീഡന പരാതി നൽകുന്നതും പിന്നീട് അത് മാറ്റി അല്ലെങ്കിൽ അതിനുശേഷം വീണ്ടും ഇരുവരും തമ്മിൽ സൗഹൃദത്തിലാകുന്നതും. എന്തായാലും അത്തരമൊരു പകയാണോ അല്ലെങ്കിൽ മുൻപ് കേസ് നൽകിയതിലുള്ള വൈരാഗ്യമാണോ, എന്താണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. എന്തായാലും ആദ്യ നിഗമനം പ്രകാരം ഈ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നാണ് കരുതപ്പെടുന്നത്. വ്യക്തമാണ്. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ഫസീല കൊലക്കേസിൽ പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പ്രതി സനൂഫ്
പാലക്കാട് വഴി തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കാനുള്ള സാധ്യതയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. എന്നാൽ എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്? ഒരു പ്രണയപ്രതികാരമായിരുന്നോ കൊലയ്ക്ക് കാരണം? തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. കൊച്ചി കളമശ്ശേരിയെ നടുക്കിയ ജെയ്സി കൊലക്കേസാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. ജെയ്സി കൊലപാതകത്തിൽ പ്രതി ഗിരീഷ് ബാബുവുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. പ്രതി മോഷ്ടിച്ച 2 മൊബൈൽ ഫോണുകൾ കണ്ടെത്തി. കാക്കനാട് തെങ്ങോട്ടെ പാറമടയിലെ കുളത്തിൽ ഉപേക്ഷിച്ച ഫോണുകൾ സ്കൂബ സംഘമാണ് കണ്ടെത്തിയത്. വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, പ്രതിയുമായി ഇപ്പോഴും തെളിവെടുപ്പ് തുടരുകയാണ്. ഈ മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ, അതെന്തിനാണ് ഇയാൾ ഫോണുകൾ മോഷ്ടിച്ചത്? തെളിവ് നശിപ്പിക്കാനായിരുന്നോ? ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഈ തെളിവെടുപ്പിൽ പ്രധാനമായും പോലീസിന് കണ്ടെത്തേണ്ടത് എന്തെങ്കിലും തെളിവുകൾ, പ്രധാനപ്പെട്ട തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ടോ? ടോമ്, ജെയ്സി കൊലപാതക കേസിലെ പോലീസിന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അത്. ഈ ഡിസംബർ 1 വരെയാണ് ഇയാളെ ഗിരീഷ് ബാബുവിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജെയ്സിന്റെ ഇവരിൽ നിന്ന് കവർന്ന സ്വർണ്ണാഭരണങ്ങൾ അടിമാലിയിലെ ഒരു ജ്വല്ലറിയിലായിരുന്നു ഇയാൾ വിറ്റിരുന്നത്. അവിടെ നിന്ന് പോലീസ് അത് കണ്ടെടുക്കുകയും അവിടെ തെളിവെടുപ്പ് നടത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇവരുടെ ഈ കൊലപാതകത്തിന് ശേഷം ഇവിടെ നിന്ന് ഇവരുടെ മൊബൈൽ ഫോണുകളും വളയും കൈക്കലാക്കിയിരുന്നു. മറ്റൊന്നും അവിടെ നിന്ന് ഇയാൾക്ക് മോഷ്ടിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നതാണ് പറയുന്നത്. കാരണം ഇവരുടെ പക്കൽ ധാരാളം സ്വർണ്ണാഭരണങ്ങളുണ്ട്, പണവും ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഈ പ്രതികളായ ഗിരീഷ് ബാബുവിനും കൂട്ടുപ്രതിയായ ഖദീജയ്ക്കും ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് അവർ വലിയ രീതിയിൽ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചിരുന്ന അന്ന് സ്വർണ്ണാഭരണങ്ങളായിട്ട് വള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ സ്വർണ്ണം അയാൾക്ക് അവിടെ നിന്ന് കണ്ടെടുക്കാനായിട്ട് സാധിച്ചില്ല. മാത്രവുമല്ല അധികം സമയം അവിടെ നിൽക്കാതെ അയാൾ അവിടെ നിന്ന് പോരുകയായിരുന്നു. അപ്പോൾ ഇതിൽ കിട്ടിയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ഈ മൊബൈൽ ഫോൺ കയ്യിൽ സൂക്ഷിക്കുന്നത് അയാൾ അത്ര പന്തിയായിട്ട് തോന്നിയില്ല. മൊബൈൽ ഫോൺ തുറക്കാനും കാര്യങ്ങളൊന്നും സാധിച്ചിരുന്നില്ല. തുടർന്നാണ് ഇയാൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതെന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ തെങ്ങോടുള്ള ഈ സ്ഥലത്ത്, അതൊരു പാറമടയാണ്. പാറമടയിൽ രൂപപ്പെട്ട കുഴിയിലാണ് ഇപ്പോൾ മഴ പെയ്ത് വലിയ രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇയാളത് വലിച്ചെറിഞ്ഞത്. ഈ സ്ഥലങ്ങളെല്ലാം ഇയാൾ നേരത്തെ തന്നെ കണ്ടുവച്ചിരുന്നു എന്നാണ്. ഏതെങ്കിലും രീതിയിലുള്ള തെളിവ് നശിപ്പിക്കൽ കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാൻ പറ്റിയ അനുയോജ്യമായ സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് CCTVയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സ്ഥലങ്ങൾ, അതിനുവേണ്ടി ഇയാൾ വലിയ രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഇപ്പോൾ തെങ്ങോട് നമ്മൾ കാണുന്നത്, തെങ്ങോട് ഇവിടെ മൊബൈൽ ഫോണുകൾ ഇയാൾ ജലാശയത്തിലേക്ക് ഉപേക്ഷിക്കുന്നു, മടങ്ങിപ്പോകുന്നു എന്നാണ്. അവിടെ എല്ലാം ഹെൽമെറ്റ് ധരിച്ചിരുന്നു. അതിന് തൊട്ട് മുൻപുള്ള ദിവസം ഇവരെ കൊല്ലുവാൻ ഉപയോഗിച്ച, വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ഡംബിൾസ്, തലക്കടിച്ച് മാരകമായി മുറിവേൽപ്പിച്ചത് ഡംബിൾസ് കൊണ്ടാണ്. ഈ ഡംബിൾസും അതോടൊപ്പം തന്നെ അവരുടെ തന്നെ ഫ്ലാറ്റിലെ താക്കോലും, ഇത് രണ്ടും കൈക്കലാക്കി അത് അവിടെ നിന്ന് ബാഗിൽ നിറച്ച് മടങ്ങുകയായിരുന്നു. ഇത് ഉപേക്ഷിച്ച സ്ഥലങ്ങളും ഇതുപോലെ തന്നെ സമാനമായ രീതിയിലുള്ള സ്ഥലങ്ങളാണ്. അതും കാക്കനാട് അന്ന് പോകുമ്പോൾ പള്ളിലാങ്കര എന്ന് പറയുന്ന സ്ഥലത്ത്, അതൊരു കുന്നിൻ മുകളിലേക്ക് കയറുന്ന പോലത്തെ ഒരു പ്രദേശമാണ്. ഇവിടെയും CCTVയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതൊരു കുന്നിൻ പ്രദേശം പോലുള്ള സ്ഥലമാണ്. കടമ്പ്രയാറിലേക്ക് ചേർന്ന് പോകുന്ന വശമാണ്. അവിടെ നിന്ന് വലിച്ചെറിയുകയായിരുന്നു എന്നാണ്. ഈ അവിടെ ഡമ്പലും അതോടൊപ്പം തന്നെ താക്കോൽ കൂട്ടവും അതും രണ്ടും കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തെളിവെടുപ്പ് എന്ന് പറഞ്ഞ് അവശേഷിക്കുന്നത് കൊലപാതകം, ഈ കൃത്യം നടന്ന വീട്ടിൽ ഇയാളെ എത്തിക്കുക, ഫ്ലാറ്റിൽ ഇയാളെ എത്തിക്കുക ആണ്. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അങ്ങനെ തെളിവെടുപ്പിൻ്റെ ഈ ഘട്ടങ്ങൾ പൂർത്തിയായ ശേഷം പോലീസ് ഒരുപക്ഷെ 1-ാം തീയതി വരെയും കയ്യിൽ സൂക്ഷിക്കണമെന്നില്ല. അതിന് മുൻപായി ജുഡീഷ്യൽ ഈ തങ്ങളുടെ നടപടികൾ പൂർത്തിയാക്കിയെന്ന് കോടതിയെ അറിയിച്ച കോടതിക്ക് കൈമാറാവുന്നതാണ്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയിപ്പോൾ ദുരൂഹതകളോ കാര്യങ്ങളോ അവശേഷിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. 2 പ്രതികളും പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളിൽ തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഖദീജയെ സ്ഥലത്തേക്ക് എത്തിക്കുന്നില്ല. കാരണം അവർക്ക് ഇതിൻ്റെ ഒരു കൊലപാതകത്തിലെ ഗൂഢാലോചനയിലാണ് അവർക്ക് പങ്കുള്ളത്. അത്തരം കാര്യങ്ങൾ പോലീസിന് ബോധ്യപ്പെടുകയും അവരിൽ നിന്ന് കാര്യങ്ങളെല്ലാം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യത്തിൽ ടോം എടുത്തു പറയേണ്ടത് പോലീസിന്റെ ഒരു നിരീക്ഷണ കാര്യങ്ങളും എല്ലാം അതാണ്. ഖദീജ ഈ കേസിലെ മുഖ്യ പ്രതിയുടെ സുഹൃത്തായിട്ടുള്ള ഖദീജയ്ക്ക് ഈ കേസിൽ നേരിട്ട് പങ്കില്ല, ഗൂഢാലോചനയിൽ മാത്രമാണ് പങ്കുള്ളതെന്ന് പറയുന്നു. അതുകൊണ്ടാണല്ലോ ഈ തെളിവെടുപ്പിന് എത്തിക്കാത്തത്. പക്ഷെ വീട്ടിലേക്ക് കൊലപാതകം നടന്ന അപ്പാർട്ട്മെന്റിൽ തെളിവെടുപ്പിന് എത്തിക്കുമ്പോൾ ഖദീജയെയും കൂടെ കൊണ്ടുവരുമായിരിക്കുമോ? കാരണം ആസൂത്രണത്തിൽ ഇതെങ്ങനെ ഈ കൊലപാതകം നടപ്പാക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഖദീജയ്ക്കും പങ്കുള്ളതല്ലേ? അപ്പോൾ വീട്ടിൽ നടത്തുന്ന തെളിവെടുപ്പിൽ ഖദീജയെ എത്തിക്കുമോ?
ഖദീജയെ വീട്ടിൽ നടക്കുന്ന തെളിവെടുപ്പിൽ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഖദീജയെ ഇയാൾ പരിചയപ്പെടുന്നതെല്ലാം തന്നെ ജെയ്സിയുടെ ഫ്ലാറ്റിൽ വെച്ചാണ്. അവരാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അവരാണ് ആദ്യം സുഹൃത്തുക്കളായിരുന്നത്. പിന്നീടാണ് ഇയാൾ ഇവരുടെ അടുത്തേക്ക് വരുന്നതും പിന്നീട് ഖദീജയുമായിട്ട് സുഹൃത്ത് ബന്ധത്തിലാകുന്നതും കാമുകിയായി മാറുന്നതും എല്ലാം അങ്ങനെയാണ്. സുഹൃത്തായി മാറുന്നതുമെല്ലാം അവിടെ വെച്ചാണ്. അപ്പോൾ ഇവർ ഒപ്പം ഉണ്ടായിരുന്നവരാണ്. സ്വാഭാവികമായും ഇവരുടെ കൂടി ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ആ വീട്ടിൽ എന്ത് ചെയ്യണം, കാരണം രണ്ടുപേരുടെ ഒരു ആസൂത്രണത്തിൽ വന്നതാണ് ഇവരെ ബാത്റൂമിലേക്ക് അവിടെ തലയടിച്ച് വീഴുന്നതായിട്ട് ചിത്രീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുക. അതെല്ലാം ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്തതാണ്. താക്കോൽ വെച്ചിരിക്കുന്ന സ്ഥലവും കാര്യങ്ങളും. കാരണം ഖദീജ പലതവണ ഈ ജെയ്സിക്കൊപ്പം ഉണ്ടായിരുന്നതാണ്. അവിടെ ഫ്ലാറ്റിലൊക്കെ എല്ലാം ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് അവിടെ താമസക്കാരുമായി ബന്ധപ്പെട്ടെല്ലാം കാര്യങ്ങളെല്ലാം തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ഈ തെളിവെടുപ്പിൽ അവരെ കൊണ്ടുവരാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലുള്ളത്. ഈ ഗൂഢാലോചനയിൽ കൂടുതൽ പങ്കാളിത്തം അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ എന്ത് ചെയ്യണം, ഈ ഫ്ലാറ്റിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവരാണ് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് അവരെയും കൂടി തെളിവെടുപ്പിനെ കൊണ്ടുവരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഇതിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുകയും ചെയ്യും. ഈ കേസിൽ മറ്റ് പ്രതികളില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. മറ്റാരും തന്നെയും ഇവരുമായി ചേർന്ന് ഗൂഢാലോചനയിൽ പങ്കാളികളാകുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഒളിയിടങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കാനോ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാനോ അങ്ങനെ ആരും തന്നെയും ഇവരുമായിട്ട് സഹകരിച്ചിട്ടില്ല. ഇവർ രണ്ടുപേരും മാത്രം ചേർന്ന് ആസൂത്രണം ചെയ്തതാണ്. ഈ കൊലപാതക കൃത്യം നടക്കുന്ന ആ സമയങ്ങളിൽ ആ ഗൂഢാലോചന നടക്കുന്ന സമയത്തൊന്നും ആ രണ്ടുപേരും തന്നെ ജെയ്സിയെ വിളിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നതാണ്. കൂടുതൽ ഒരു കരുതൽ അക്കാര്യത്തിൽ എടുത്തിരുന്നു. അങ്ങനെ ഒരു ഫോൺ കോളുകൾ പരിശോധിക്കപ്പെടുമെന്ന് ഇവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ അതിലേക്കൊന്നും സാധ്യതയിലേക്ക് പോകാതെ കുറേ മാറി നിന്നു എന്നതാണ്. രണ്ടുപേരും അത്തരം മാറി നിൽക്കുകയും പിന്നീട് ഈ കൊലപാതകത്തിന് ശേഷം ഇയാൾ പലപ്പോഴായി വന്ന ഈ പരിസരത്ത് നിരീക്ഷണം നടത്തിയിരുന്നു എന്നതെല്ലാം തന്നെ ഇയാളിപ്പോൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് തെളിവെടുപ്പിന് ഗിരീഷ് ബാബു ആ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കുന്നു. യാതൊരു കൂസലുമില്ലാതെ തന്നെ ഇയാൾ ഇത്തരം സ്ഥലങ്ങൾ ഫോൺ എങ്ങനെയാണ് എറിഞ്ഞ് കളഞ്ഞത് അതടക്കം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇയാൾ പറഞ്ഞതനുസരിച്ച് ആണ് പിന്നീട് തെരച്ചിൽ നടത്തുന്നതും പിന്നെ വളരെ പെട്ടെന്ന് ഫോണുകൾ വീണ്ടെടുക്കാൻ കഴിയുകയും എല്ലാം തന്നെ ചെയ്തത്. ടോം വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരി ജെയ്സി കൊലപാതകത്തിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. ഈ ജെയ്സിയുടെ മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ പ്രതി ഉപേക്ഷിച്ച സ്ഥലത്തു നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളായി ഭൂമിയുടെ വ്യാപ്തിയും സ്വഭാവവും തിരിച്ചറിയുക എന്നതാണ് പ്രധാനപ്പെട്ട ദൗത്യം. മുനമ്പത്ത് ഇപ്പോൾ താമസിക്കുന്നവരുടെ അവകാശം എങ്ങനെ സംരക്ഷിക്കാമെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുക തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ. വിശദാംശങ്ങളുമായി ബി അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ വിജ്ഞാപനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? മുനമ്പം ഭൂപ്രശ്നത്തിന് പരിഹാരം കാണാനാണ് സർക്കാർ ഒരു കമ്മീഷൻ നിയോഗിച്ചത്. അതായത് മുനമ്പത്തെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന് തർക്കം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനാണ് സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ തീരുമാനിച്ചത്. CN രാമേന്ദ്രൻ എന്ന റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയാണ് ജുഡീഷ്യൽ കമ്മീഷൻ. ആ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ ഇന്നലെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷം ചീഫ് സെക്രട്ടറിയോട് പരിഗണനാ വിഷയങ്ങളിൽ ഒന്നുകൂടി വ്യക്തത വരുത്തായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ചീഫ് സെക്രട്ടറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇപ്പോൾ പരിഗണനാ വിഷയങ്ങൾ നിശ്ചയിച്ച് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. രണ്ട് വിഷയങ്ങളാണ്, പരിഗണനാ വിഷയങ്ങളാണ് ഇതിൽ സർക്കാർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തിലെ അന്നത്തെ വടക്കേക്കര വില്ലേജിലെ പഴയ സർവേ നമ്പർ 18-1 ഉൾപ്പെട്ട വസ്തുവിൻ്റെ നിലവിലെ കിടപ്പ്, സ്വഭാവം, വ്യാപ്തി എന്നിവ തിരിച്ചറിയുക. അതായത് പണ്ടുകാലം മുതൽ താമസിച്ചിരുന്ന ആളുകളുണ്ട്, അവരുടെ ഭൂമി സംരക്ഷിച്ച തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോകുന്നത്. പ്രസ്തുത ഭൂമിയിലെ ശരിയായ താമസക്കാരുടെ അവകാശങ്ങളും താല്പര്യങ്ങളും എങ്ങനെ സംരക്ഷിക്കാമെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ, അതായത് എങ്ങനെ ഈ താമസക്കാരുടെ നിലവിൽ വലിയ ആശങ്കയുള്ള ആളുകളുണ്ട്, അവരുടെ ഭൂമി കിടപ്പാടം നഷ്ടപ്പെടുമെന്ന് ആശങ്കയുള്ള ആളുകളുണ്ട്, അവരുടെ താല്പര്യം എങ്ങനെ സംരക്ഷിക്കാമെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. അത് സർക്കാരിനെ അവരെ താല്പര്യം സംരക്ഷിക്കാൻ ചെയ്യേണ്ട നടപടികൾ എന്തൊക്കെയെന്ന കാര്യം സർക്കാരിന് ശുപാർശ സമർപ്പിക്കണം. ഇതാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ. ഇന്നു മുതൽ, അതായത് ഈ വിജ്ഞാപനം പ്രസിദ്ധപ്പെട്ട തീയതി മുതൽ, അതായത് ഇന്നു മുതൽ 3 മാസത്തിനകം, അതായത് ഫെബ്രുവരി 28-നകം കമ്മീഷൻ റിപ്പോർട്ട് നൽകണമെന്നാണ്
ഈ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നത്. 3 മാസമാണ് കമ്മീഷന്റെ സമയപരിധി. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ നൽകിയിട്ടുള്ള കാലയളവ്. നേരത്തെ മുഖ്യമന്ത്രിയാണ് ഉന്നതതല യോഗം വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ യോഗം വിളിച്ച് എങ്ങനെ പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന കാര്യത്തിൽ ആലോചനകൾ നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജുഡീഷ്യൽ കമ്മീഷൻ നിയമിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത്. പ്രതിപക്ഷം ജുഡീഷ്യൽ കമ്മീഷൻ തീരുമാനത്തോട് വിയോജിക്കുന്നുണ്ട്. സഭാ നേതൃത്വം അടക്കമുള്ളവരും ജുഡീഷ്യൽ കമ്മീഷൻ തീരുമാനം വൈകിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ ഉപായമായി കാണുന്നുണ്ട്. ഏതായാലും ഒരു സമയപരിധി സർക്കാർ ഇതിന്മേൽ വയ്ക്കുന്നുണ്ട്. 3 മാസം എന്ന ഒരു സമയപരിധിയാണ് സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. നവംബർ 22-ാം തീയതിയാണ് ഉന്നതതല. തീർച്ചയായും അരുണിലേക്ക് എത്താം. കാരണം ഈ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ നേരത്തെ ന്യൂസ് 18നോട് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. 3 മാസം കൊണ്ട് പ്രവർത്തനം തീർക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചിരുന്നു. വിപുലമായ പ്രശ്നങ്ങളാണ് മുൻപത്തേത്. എല്ലാവരുടെയും സഹകരണമുണ്ടെങ്കിൽ വേഗത്തിൽ ഈ പ്രശ്നത്തിനൊരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയും. സമാന അവകാശമുള്ളവരുടെ രേഖകൾ ഒരുമിച്ച് പരിശോധിക്കാൻ കഴിയുമെന്നാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ നേരത്തെ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഗവൺമെൻറ് അത്ര വലിയ തിരക്ക് കാണിക്കുന്നതുകൊണ്ടാണ് 3 മാസം. സാധാരണ ഒരു കമ്മീഷൻ 6 മാസം സമയം തരാറുണ്ട്. 3 മാസത്തിന് ഗവൺമെൻറ്റിൻ്റെ ഉത്കണ്ഠ എത്രമാത്രമുണ്ട്, എത്ര നേരത്തെ ഗവൺമെൻറ്റിന് തീർക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സഹകരണം ഉണ്ടായാൽ, രേഖകൾ സമയത്ത് ഹാജരാക്കിയാൽ കമ്മീഷൻ്റെ പ്രവർത്തനം സമയത്ത് തന്നെ തീർക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ 3 മാസം വളരെ പരിമിതമാണ്. വളരെ വിപുലമായ ഇഷ്യൂസാണ് ഉള്ളത്. അവിടെ സങ്കീർണമായ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരു 3 മാസത്തിൽ കമ്മീഷന് കൺക്ലൂഷൻ എത്താൻ ഒക്കുന്നില്ലെങ്കിൽ കുറച്ച് സമയം കൂട്ടി ചോദിക്കും. കമ്മീഷൻ വളരെ മാനുഷികമായ പരിഗണനയായിരിക്കും ഇതിനകത്ത് കൊടുക്കുന്നത്, യാതൊരു സംശയവുമില്ല. ഒരു ജുഡീഷ്യൽ കമ്മീഷനെ സംബന്ധിച്ചോളം നിയമാനുസൃതമായിട്ട് വേണം എല്ലാം ചെയ്യാൻ. ഒരു മനുഷ്യാവകാശ പരിഗണന മുൻനിർത്തി മാനുഷിക പ്രശ്നം ആയിട്ട് തന്നെ പരിഗണിച്ച് ഗവൺമെൻറ്റിന് ശുപാർശ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. VV അരുണിലേക്ക് വീണ്ടും. അരുൺ, ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ സൂചിപ്പിച്ചതുപോലെ ഇത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നമാണ്. 3 മാസം കൊണ്ട് ഈ പ്രശ്നത്തിന് തീർപ്പ് കൽപ്പിക്കുക, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്തരം എളുപ്പമുള്ള കാര്യമല്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ വിജ്ഞാപനത്തിൽ ഇത് 3 മാസം കൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം, അതല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കണമെന്നാണല്ലോ ഈ വിജ്ഞാപനത്തിൽ പറയുന്നത്. അതിനപ്പുറം നേരത്തെ അദ്ദേഹം സൂചിപ്പിക്കുന്ന പോലെ അതിനപ്പുറം ഈ പല കടമകളുണ്ട്. ഇതിന്റെ നിയമവശം പരിശോധിക്കണം, മാനുഷിക വശങ്ങൾ പരിശോധിക്കണം, ഈ ഇരകളായിട്ടുള്ള ആളുകളെ അവരെ കേൾക്കണം, വിവിധ സഭാ നേതൃത്വങ്ങളെ, അതോടൊപ്പം വഖഫ് ബോർഡിന്റെ വിഷയങ്ങൾ, നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണം. 3 മാസം കൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു നിർദ്ദേശം കണ്ടെത്താൻ, പ്രശ്നത്തിന് പരിഹാരമായി നിർദ്ദേശം കണ്ടെത്താൻ ഈ കമ്മീഷന് കഴിയുമോ? ടോം, തീർത്തും സങ്കീർണമായ വിഷയം തന്നെയാണ് മുൻപത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം. അതുകൊണ്ട് അത്ര എളുപ്പമല്ല. സർക്കാർ തലത്തിൽ അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചു, നടന്നിട്ടില്ല. കോടതിയുടെ ഇടപെടലുണ്ടായിട്ട് കൃത്യമായ തീരുമാനം ഉണ്ടായിട്ടില്ല, കൃത്യമായ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനിലേക്ക് പോകുന്നത്. ആ കമ്മീഷനും വളരെ സങ്കീർണമായ നടപടിക്രമങ്ങൾ തന്നെ, ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ സങ്കീർണമായ നടപടിക്രമങ്ങൾ, വഴികൾ തന്നെയാണ് കമ്മീഷന് മുന്നിലുള്ളത്. അത്ര എളുപ്പമല്ല ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടത്. വഖഫ് ബോർഡ് നൽകിയ കത്തുണ്ട്, കോടതി നിർദ്ദേശമുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലയിലെ മുനമ്പം പ്രദേശത്ത് വർഷങ്ങളായി ഭൂമി കൈവശം വെച്ച് അനുഭവിച്ചു വരുന്നവരുടെ കരം വാങ്ങുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ റവന്യൂ വകുപ്പിന് പോലും കൃത്യമായ കരം സ്വീകരിക്കാൻ കഴിയാത്ത വിഷയമുണ്ട്. അവർക്ക് തന്നെ കൃത്യമായി ഇത് ആരുടെ ഭൂമിയാണ് എന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ 52-ലെ കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം അന്വേഷണ കമ്മീഷൻ സർക്കാർ നിയോഗിച്ചത്. കമ്മീഷന് മുന്നിലും കടമ്പകൾ പലതാണ്, കമ്മീഷന് മുന്നിലും വഴികൾ അത്ര എളുപ്പമാകില്ല. തർക്കങ്ങളുണ്ടാകാം. ഇതുപോലെ കോടതിക്ക് പോലും തീർപ്പാക്കാൻ കഴിയാത്ത വിഷയങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു. തർക്കങ്ങളുണ്ടാകാം, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകാം. അതൊക്കെ പരിഗണിച്ച് വേണം കമ്മീഷൻ ഇക്കാര്യങ്ങളിൽ തീർപ്പുണ്ടാക്കേണ്ടത്. അദ്ദേഹം സൂചിപ്പിച്ച പോലെ 3 മാസം ചെറിയ കാലയളവാണ്, കാലപരിധിയാണ്. പക്ഷേ മുനമ്പം വിഷയം സംസ്ഥാനത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആശങ്കയുണ്ട്. സാമുദായികമായി ആളുകളെ ഭിന്നിപ്പിക്കുമെന്ന ആശങ്കയുണ്ട്. അത് മുതലെടുക്കാൻ നടത്തുന്ന ശ്രമങ്ങളുണ്ട്. അതൊക്കെ പരിഗണിച്ചാണ് സർക്കാർ എത്രയും വേഗം പരിഹാരം. ദീപികയുടെ മുഖപ്രസംഗത്തിൽ പോലും അത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. എത്രയും വേഗം പരിഹാരം വേണം. ഈ വിഷയം നീട്ടിക്കൊണ്ടു പോകാവുന്ന, ലളിതമായി കാണാവുന്ന ഒരു വിഷയമല്ല മുനമ്പത്തെ ഭൂമി പ്രശ്നം, വഖഫ് ഭൂമി പ്രശ്നം. അതുകൊണ്ട് തന്നെ അത് വളരെ ആർക്കും വിഷമമുണ്ടാകാത്ത തരത്തിൽ, ആർക്കും തോൽവി ഉണ്ടായെന്ന് തോന്നാത്ത തരത്തിൽ, എല്ലാവർക്കും തുല്യ നീതി കിട്ടിയെന്ന് ഉറപ്പാക്കുന്നതിൽ പരിഹാരമാണ് കമ്മീഷന് മുമ്പാകെയുള്ള വലിയ ദൗത്യം. അത് ചെറിയ ഒരു കടമ്പയല്ല, കടക്കാനുള്ളത് വലിയ ദുർഘടമായ പാത തന്നെയാണ്. പ്രശ്നം ഈ കമ്മീഷന് മുന്നിൽ വലിയ കടമ്പകളുണ്ട്. പക്ഷേ 3 മാസം കൊണ്ട് ഈ പ്രശ്നത്തിനൊരു നിർദ്ദേശം
കണ്ടെത്തണം എന്നാണ് കമ്മീഷന് മുന്നിൽ സർക്കാർ വച്ചിരിക്കുന്ന നിർദ്ദേശം. ആലപ്പുഴയിൽ നവജാത ശിശുവിന് ഗുരുതര വൈകല്യമുണ്ടായ സംഭവത്തിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ഈ സംഭവത്തിൽ 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷേർലി, ഡോക്ടർ പുഷ്പ എന്നിവർക്കും സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കുമെതിരെയാണ് കേസ്. കുഞ്ഞിന്റെ ചെവിയും കണ്ണും ഉള്ളത് യഥാസ്ഥാനത്തല്ല, വായ തുറക്കുന്നില്ല, കാലിനും കൈക്കും വളമുണ്ട്. എന്നാൽ സ്കാനിങ്ങിൽ കുഴപ്പമില്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചതെന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത്. നിലവിൽ കുഞ്ഞിന് ഒരുപാട് പ്രശ്നങ്ങളാണ്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ശ്വാസ തടസ്സമാണ്. കുഞ്ഞിനെ കമഴ്ത്തി കിടത്തിയിരിക്കുകയാണ്. കുഞ്ഞിനെ നിവർത്തി കിടത്തുവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ നാക്ക് താഴത്തോട്ട് ഇറങ്ങിപ്പോകും. ഒന്നാമത്തെ വിഷയം, മെയിൻ ആയിട്ടുള്ള വിഷയം അതാണ്. ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോകുന്നുണ്ട്. കുഞ്ഞിന്റെ മിഴി ഉണ്ട്, മിഴി തുറക്കത്തില്ല. കണ്ണിന് ഉള്ള പോയിന്റിൽ നേരെ ഒരുപാട് താഴത്താണ് കണ്ണിരിക്കുന്നത്. 1 മാസം മരുന്നൊഴിക്കെന്ന് പറഞ്ഞ് ഡോക്ടർ വിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ജനനേന്ദ്ര പ്രശ്നം. കുഞ്ഞിന്റെ കാലിന്റെ പത്തിക്ക് വളവുണ്ട്. പിന്നെ ചെവി യഥാസ്ഥാനത്തല്ല, ചെവിയുടെ കേൾവി കറക്റ്റ് അല്ല. ചെവിയുടെ കേൾവി ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർ പറഞ്ഞത് ചെവി കേൾക്കുന്നില്ല എന്നുള്ളത്. പിന്നെ കുഞ്ഞിന്റെ വാ തുറക്കത്തില്ല. ട്യൂബ് ഇട്ടിട്ട് സിറിഞ്ച് വഴിയാണ് നമ്മളിപ്പം ഫീഡിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യായി, ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് അവർക്ക് മാത്രം മനസ്സിലാവുള്ളൂ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട്, ഇതിന്റെ ഒരു വേദന. ഈ വിഷയം ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ആലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഈ ആലപ്പുഴയിലും മെഡിക്കൽ കോളേജിലും മറ്റുമൊക്കെ ഇതുപോലെ ചികിത്സാ പിഴവും വീഴ്ചയും രോഗികൾ മരിച്ച സംഭവങ്ങളൊക്കെ അടിക്കടി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഡോക്ടർമാരെ അവിടെ സംരക്ഷിക്കുന്ന സമീപനമായിരുന്നുവെങ്കിൽ ഇവിടെ 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ടല്ലോ. അതിനപ്പുറം, ഈ കേസിനപ്പുറം മറ്റു കടുത്ത ഒരു നടപടിയിലേക്ക്, അവരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുമോ കാര്യങ്ങൾ? ടോമെ, നമുക്കറിയാം ഇതിനു മുമ്പും WNC ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള ഒരു ആശുപത്രിയാണ് ആലപ്പുഴയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി. ഇതിനു മുമ്പ് ഈ സ്പോട്ട് ലൈവിൽ തന്നെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നിരവധി കേസുകൾ, അതായത് അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് അവിടെ ചികിത്സ തേടിയ പ്രസവ നിർത്തൽ ശസ്ത്രക്രിയക്ക് വിധേയായ സ്ത്രീ പിന്നീട് മരണപ്പെടുന്ന സാഹചര്യം, സിസേറിനെ തുടർന്ന് തുടർച്ചയായി 1 മാസത്തിനുള്ളിൽ 3 പേർ മരിക്കുന്ന, മാസങ്ങൾക്കുള്ളിൽ 3 പേർ മരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അന്നൊക്കെ പ്രതിസ്ഥാനത്തേക്ക് വന്ന ഉയർന്നു കേട്ട ഒരു പേരാണ് ഡോക്ടർ പുഷ്പയുടേത്. അവരുടെ തന്നെയാണ് ഇത്തവണയും ഈ കേസിലും 1-ാം പ്രതിയായി പോലീസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ വന്നിട്ടുള്ളത്. ഡോക്ടർ പുഷ്പയുടെ പേരാണ്. ഈ ഡോക്ടർ പുഷ്പയുടെ കീഴിൽ ഗർഭസമയത്ത് ചികിത്സയിൽ ഇരുന്ന സ്ത്രീ പ്രസവിച്ച കുട്ടിക്കാണ് ഈ ഗുരുതര അംഗവൈകല്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യഘട്ടം മുതൽ തന്നെ, ഒന്നാമത് സർക്കാർ ആശുപത്രിയാണ്, അവിടെ ജീവനക്കാരില്ല എന്ന് പറഞ്ഞു അടക്കം ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. 2 പുറത്തേക്ക് കേസുകൾ റെഫർ ചെയ്യുന്നു. 2 സ്വകാര്യ ലാബുകളിലാണ് ഈ യുവതിയുടെ ഗർഭാവസ്ഥയിൽ ലാബ് പരിശോധനകൾ, അതായത് സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടന്നിട്ടുള്ളത്. അതിൽ ഒന്ന് ശങ്കർ ലാബാണ്. ആലപ്പുഴയിലെ തന്നെ പ്രധാനപ്പെട്ട ലാബുകളിലൊന്നാണ് ഈ ശങ്കർ ലാബ്. ഒപ്പം തന്നെ മിഡാസ് ഹെൽത്ത് കെയർ. ഈ 2 ഇടങ്ങളിലെയും ഡോക്ടർമാർക്കെതിരെ, ഈ സ്കാനിംഗ് ചെയ്ത ഡോക്ടർമാർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ WNCയിലെ സീനിയർ ഡോക്ടേഴ്സായ ഡോക്ടർ പുഷ്പയ്ക്കെതിരെയും ഷേർലിക്കെതിരെയുമാണ് സൗത്ത് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ രക്ഷകർത്താക്കളുടെ സാഹചര്യം അതീവ ദുഃഖകരമാണ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അപൂർവ വൈകല്യങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കുട്ടിയുടെ കണ്ണ് രണ്ടും താഴ്ന്ന നിലയിലാണ്. അപ്പോൾ കണ്ണ് തുറക്കാൻ കഴിയില്ല കുഞ്ഞിന്. ഒപ്പം തന്നെ മലർത്തി കിടത്തിയാൽ നാവ് ഉള്ളിലേക്ക് പോകും. ശ്വാസം മലർന്നു കിടന്നുകൊണ്ട് ശ്വാസം കുഞ്ഞിന് എടുക്കാൻ കഴിയാത്ത അവസ്ഥ. കാലുകളുടെ പത്തിക്ക് വൈകല്യമുണ്ട്, കൈകൾക്ക് വൈകല്യമുണ്ട്. അതായത് ആന്തരികമായ പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് പുറമേ തന്നെ പ്രകടമാകുന്ന, സ്കാനിങ്ങിൽ പ്രകടമാകുന്ന വൈകല്യങ്ങൾ ഈ കുട്ടിക്ക് തുടക്കം മുതൽ ഉണ്ടായിരുന്നിട്ടും ഇത്രയും പണം കൊടുത്ത് സ്കാനിങ്ങിന് വിധേയമായിട്ടും ഒരിടത്ത് പോലും ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പ്രാഥമികമായി തന്നെ പ്രശ്നമുണ്ട് എന്ന് ഉള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, സാധാരണ ഇത്തരത്തിലൊരു മെഡിക്കൽ നെഗ്ലിജൻസിന് കേസെടുക്കണമെങ്കിൽ, ഡോക്ടർമാർക്കെതിരെ കേസെടുക്കണമെങ്കിൽ മെഡിക്കൽ ബോർഡ് അടക്കം ചേർന്നാണ് പ്രതിസ്ഥാനത്തേക്ക് ഇവരെ കൊണ്ടുവരിക. പക്ഷേ ഈ കേസിനകത്ത് ഈ 4 ഡോക്ടർമാർക്കെതിരെയും അവർ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സ്വകാര്യ സ്കാനിംഗ് സെന്ററിലെ ഡോക്ടർമാർ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ, ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരെ സംബന്ധിച്ച്. പക്ഷേ ഈ നിരവധി ആരോപണങ്ങൾക്ക് വിധേയായ ഡോക്ടർ പുഷ്പ, ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ പുഷ്പയ്ക്കെതിരെയാണ് ഇപ്പോൾ പുതിയ ഒരു കേസിലും 1-ാം പ്രതിയായി അവർ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പ് എല്ലാ തവണത്തെയും പോലെ തന്നെ ഇത്തവണയും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രി
ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ അഡീഷണൽ ഡയറക്ടർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിനു മുമ്പും നമുക്കറിയാം, നമ്മൾ പല കേസുകളും WNCയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരവധി കേസുകൾ വന്നിട്ടുണ്ട്. എത്ര കുട്ടികൾക്കാണ് രക്ഷകർത്താക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം. അത്തരത്തിലുള്ള കേസുകൾ വന്നിട്ടും കാരണം ഇതുപോലെ ഗുരുതരമായിട്ടുള്ള വീഴ്ച ആലപ്പുഴയിലെ കുട്ടികളുടെയും വനിതകളുടെയും ആശുപത്രിയിൽ അടിക്കടി ഉണ്ടായിട്ടും അവരെയൊക്കെ സംരക്ഷിക്കുന്ന സമീപനമായിരുന്നല്ലോ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചത്. ഈ വിഷയത്തില്, ഈ കുഞ്ഞിന്റെ കാര്യത്തില്, ഈ ഗുരുതരമായ വീഴ്ച ഉണ്ടായ സംഭവത്തില് ഒരു അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത്? അങ്ങനെയെങ്കിൽ ഈ കേസെടുത്താൽ മാത്രം പോരല്ലോ, ഇവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യേണ്ടതല്ലേ? ഇപ്പോഴും അവരെ സംരക്ഷിക്കുകയാണ്. എന്താണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം? ആരോഗ്യവകുപ്പിന്റെ ജില്ലാതല അന്വേഷണം ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർക്ക് ചുമതല നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മെഡിക്കൽ നെഗ്ലിജൻസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും മെഡിക്കൽ ബോർഡിന്റെ ഒരു സജഷൻ എടുത്തതിന് ശേഷം മാത്രമേ അന്വേഷണ റിപ്പോർട്ടുമായി അല്ലെങ്കിൽ അതിലൊരു പൂർത്തീകരണത്തിലേക്ക് പോയിട്ടുള്ളൂ. പക്ഷേ ഈ മെഡിക്കൽ ബോർഡ് കൂടാൻ തന്നെ ഒരുപാട് സമയമെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് അതിനകത്തറിയാം, ഡോക്ടർമാരുടെ സമിതി, ഡോക്ടർമാരടങ്ങുന്നു, അഭിഭാഷകരടങ്ങുന്നു, അങ്ങനെ ഒരു ലീഗൽ സെല്ലിന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു ടീമാണ്, എക്സ്പെർട്ട് ടീമാണ് ഇതിനകത്തൊരു വിലയിരുത്തലിലേക്ക് പോകുന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ മെഡിക്കൽ ബോർഡ് കൂടി അതിനകത്ത് ഡോക്ടർമാർക്കെതിരെ നെഗ്ലിജൻസ് ഉണ്ടെന്ന് കണ്ടെത്തിയ കേസുകൾ വിരലിലെണ്ണാവുന്നത് മാത്രമേ കേരളത്തിൽ തന്നെ ഉള്ളൂ എന്ന് പറയാം. ആ രീതി ഏതെങ്കിലും ഒരു പഴുതിലൂടെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു രീതി ഉണ്ടാവാറുണ്ട്. എന്തായാലും അതിന് സമാനമായ രീതിയിൽ ഈ കേസിലും ഉണ്ടാവുന്നുണ്ട്. കാരണം നമുക്കറിയാം, പുറമേ തന്നെയുള്ള വൈകല്യങ്ങളൊക്കെ നേരത്തെ കണ്ട് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമുക്ക് സ്കാനിംഗ് ഉള്ളതാണ്. 1-ാം മാസത്തിലും 3-ാം മാസത്തിലും ഒക്കെ സ്കാനിംഗ് ഉള്ളതാണ്. അതുകൊണ്ട് വളർച്ചയുടെ തുടക്കഘട്ടത്തിൽ തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ്. പക്ഷേ അതുപോലും കണ്ടെത്താൻ ഇത്രയും പണം നൽകി സ്കാനിങ്ങിലേക്ക് സ്വകാര്യ രണ്ട് പ്രധാനപ്പെട്ട ലാബുകളാണ് സ്കാനിംഗ് സെന്ററുകളാണ് ആലപ്പുഴയിലെ ഈ മിഡാസും ഒപ്പം തന്നെ ശങ്കേഴ്സും. അവർക്ക് ഇത്രയും പണം വാങ്ങി സ്കാൻ ചെയ്തിട്ടും അതിന്റെ ഒരു ലക്ഷണവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ 2 ഡോക്ടർമാർക്കും അത് സംബന്ധിച്ചിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും ഇവരുടെ അവസാന നിമിഷം വരെയും പറയുന്നത് പൂർണ്ണ ആരോഗ്യവാനാണ് കുട്ടിയെന്നാണ്. നവംബർ 2-ന് സിസേറിയന് വിധേയനാകാനായി എത്താനായി പറയുന്നു. ആശുപത്രിയിൽ എത്തി അവിടുന്ന് നവംബർ 2-ന് തലേ ദിവസമാണ് മെഡിക്കൽ കോളേജിലേക്ക് അടിയന്തരമായി ഷിഫ്റ്റ് ചെയ്യാൻ പറയുന്നത്. അവിടെ എത്തി ആ ഡോക്ടർമാർക്ക് വളരെ പെട്ടെന്ന് തന്നെ കുട്ടിക്ക് പ്രശ്നമുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ളവർ എന്ത് ചെയ്തിരുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന്റെ പ്രതിഷേധത്തിന്റെ അലയൊലിയിലാണ് WNC ആശുപത്രി. തീർച്ചയായും അത്തരം കാര്യങ്ങൾക്ക് ആശുപത്രി അധികൃതർ തന്നെ, ആരോഗ്യവകുപ്പും മറുപടി പറയേണ്ടതാണ്. ആലപ്പുഴയിൽ നവജാത ശിശുവിന് ഗുരുതര വൈകല്യമുണ്ടായ സംഭവത്തിൽ 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അവർക്കെതിരെ വകുപ്പ് തല നടപടിയും സ്വീകരിക്കേണ്ടതാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.